പ്രവർത്തനം ആരംഭിച്ച് 10 വർഷം പിന്നിട്ടിട്ടും മുക്കം മിനി സിവിൽ സ്റ്റേഷൻ ഇപ്പോഴും ഭിന്നശേഷി സൌഹൃദമല്ല. വിവിധ ആവശ്യങ്ങൾക്കായി സിവിൽ സ്റ്റേഷനിലെത്തുന്ന വയോധികരെയും ഭിന്നശേഷിക്കാരെയും ചുമതാണ് മുകളിലെ ഓഫീസുകളിൽ എത്തിക്കുന്നത്. ലിഫ്റ്റോ റാമ്പോ ഇതുവരെയും നിർമ്മിക്കാത്തതാണ് പ്രധാന പ്രശ്നം. 2 നിലകളിലായി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ 5ഓളം പ്രധാന സർക്കാർ ഓഫീസുകളാണുള്ളത്. താഴത്തെ നിലയിൽ കൃഷിഭവനും സബ് ട്രഷറിയും പ്രവർത്തിക്കുന്നുണ്ട്. 1ാം നിലയിൽ സബ് രജിസ്ട്രാർ ഓഫീസ്, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്, PWD എഞ്ചിനീയറുടെ കാര്യാലയം എന്നിവയുമുണ്ട്. 1ാം നിലയിലെ സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് പടവുകൾ കയറിയെത്താൻ കഴിയാത്ത വയോധികർക്കും ദിവ്യാംഗതർക്കുമാണ് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. കെട്ടിടത്തിൽ ലിഫ്റ്റോ റാമ്പോ സംവിധാനമില്ലാത്തതാണ് പ്രധാന പ്രശ്നം. ഒരു ലിഫ്റ്റോ റാമ്പോ ഇല്ലാത്ത സ്ഥാപനം നിലവിലില്ല. ഇപ്പോൾ എവിടെ നോക്കിയാലും ഇതിനിപ്പോൾ 2 കോണിയുള്ളൂ. അപ്പോൾ ഇത് എല്ലാ സൗകര്യമുണ്ട്. ഒരു കോണി നമ്മൾ ലിഫ്റ്റോ അല്ലെങ്കിൽ റാമ്പാക്കി മാറ്റിയാൽ ഈ പ്രായം കൂടിയ ആൾക്കാർക്ക് വീൽ ചെയർ ഉപയോഗിച്ച് രജിസ്ട്രാർ ഓഫീസിൽ നേരിട്ട് വരാം. ഇവിടെ വന്നാൽ കണ്ടമാനം രജിസ്റ്റർ നടക്കുന്ന മേഖലയാണ് മുക്കം സബ് രജിസ്ട്രാറിനാണ്. ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി എത്തുന്ന ഇവരെ കസേരയിലിരുത്തി ചുമന്നാണ് 1ാം നിലയിലേക്ക് എത്തിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ സബ് രജിസ്ട്രാർ താഴെയെത്തി നടപടികൾ പൂർത്തിയാക്കേണ്ടതായും വരുന്നു. പ്രായമുള്ളവർ വരുമ്പോൾ റാമ്പോ ലിഫ്റ്റോ വരികയാണെങ്കിൽ കുറച്ചും കൂടി സൗകര്യമായിരിക്കും. നല്ല പ്രായമുള്ളവർക്കൊക്കെ രജിസ്റ്റർ ഓഫീസിൽ എന്തായാലും വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടാണ് എല്ലാവർക്കും ഇപ്പോൾ കഴിയുന്നതും നമ്മൾ താഴെ പോയിട്ട് ആധാരം രജിസ്റ്റർ ചെയ്ത്. 2016 അന്നത്തെ റവന്യൂ മന്ത്രി അടൂർ പ്രകാശാണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. തുടർന്ന് 10 വർഷത്തോളമായിട്ടും കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണികളൊന്നും കാര്യമായി നടത്തിയിട്ടില്ലെന്നും ആരോപണമുണ്ട്. മുറ്റത്ത് വിരിച്ച ഇന്റർലോക്ക് കട്ടുകൾ ഇളകിപ്പോയതും നേരത്തെ ഏറെ വിവാദമായിരുന്നു. പൊതുജനങ്ങളുടെ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെട്ട് ലിഫ്റ്റോ റാമ്പോ നിർമ്മിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. ജനം, കോഴിക്കോട്.